സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. അടുത്ത 3 മണിക്കൂർ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലെ ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവുമാണ് മഴ കനക്കാൻ കാരണം. വിവരങ്ങൾ നൽകും ശ്രീനന്ദ. എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നത്? നീലിമ, അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്ന് 7 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ്. നാളെയും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അലേർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അടുത്ത 3 മണിക്കൂർ 3 ജില്ലകളിൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. 3 മണിക്കൂറത്തേക്കാണ് ഈ അലേർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സന്നിധാനത്തും പമ്പയിലും അതിശക്തമായ മഴ തന്നെയായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കുകളൊക്കെ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അടുത്ത 24 മണിക്കൂറിനിടെ അതിശക്തമായ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയാണ്. മറ്റ് ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയെന്ന് പറയുന്ന ഒരു വയോധിക ഈ മഴ മൂലം ഒരു മതിലിടിഞ്ഞ് വീണ് അവർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുന്നുകുഴിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകരയാണ്. അങ്ങനെ നിരവധി സ്ഥലത്ത് നിന്നും നിരവധി വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും മഴ ശക്തിയായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇതുവരെയും മഴയ്ക്ക് യാതൊരുവിധ ശമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നീലിമ. ശരി ശ്രീനന്ദ, അങ്ങനെ തുലാവർഷം കടുത്തിരിക്കുകയാണ്. വലിയ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.